കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് ദിയ കൃഷ്ണയുടെ കടയിലെ തട്ടിപ്പിന്റെ വാർത്തയായിരുന്നു. OBY എന്ന കടയിലെ ജീവനക്കാരായ 3 പേർ കൂടി 69 ലക്ഷത്തോളം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള തെളിവുകളും പോലീസിനിപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ജീവനക്കാരിൽ ഒരാൾ ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ പെരുമാറുന്നു എന്ന് പ്രതികരണം നടത്തിയിരുന്നു. ഇതിന് ദിയ കൃഷ്ണ മറുപടിയും നൽകിയിരുന്നു. ആ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോൾ ആ കമന്റിന് താഴെ എത്തിയ സ്വാസികയുടെ കമന്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണെന്നും ഇങ്ങനെയുള്ളവരുടെ ചെപ്പക്കുറ്റിയടിച്ച് പൊട്ടിക്കണമെന്നും സ്വാസിക ദിയയുടെ മറുപടിക്ക് കമന്റായി നൽകിയിട്ടുണ്ട്. ഇവളുമാർ പഠിച്ച കള്ളികളാണെന്നും എന്നാൽ പൊട്ടത്തികളാണെന്നും സ്വാസിക കമന്റായി കുറിച്ചു. ജീവനക്കാർക്ക് ദിയ നൽകിയ മറുപടിയുടെ താഴെയാണ് സ്വാസിക കമന്റ് ഇട്ടിരിക്കുന്നത്. വീട്ടിൽ ബിരിയാണിയാണ് മോളെ, മണ്ണുവാരി അവൻ തിന്നാറില്ലെന്നുമായിരുന്നു ദിയ ജീവനക്കാരിയുടെ പ്രതികരണത്തിന് നൽകിയ മറുപടി. ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നു എന്നായിരുന്നു ജീവനക്കാരി പറയുന്നത്. 2-3 മണിക്ക് ദിയയുടെ ഭർത്താവ് വിളിക്കുന്നു. രാത്രി എന്തു ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. പൂവാലന്മാരെ പോലെയാണ് സംസാരം എന്നാണ് ജീവനക്കാരി പറഞ്ഞത്. ഇതിന് ദിയ നൽകിയത് ചുട്ട മറുപടിയാണെന്നാണ് ആരാധകർ പറയുന്നത്. ഗർഭിണിയായ സമയത്ത് ദിയ തന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിക്കുകയായിരുന്നു. അവരെല്ലാം നന്നായി ചെയ്യുമെന്ന പ്രതീക്ഷയായിരുന്നു ദിയയ്ക്ക്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം ദിയ അറിഞ്ഞത് ഹൃദയം തകർക്കുന്ന തട്ടിപ്പ് വാർത്തയാണ്. ലോണെടുത്ത് ആരംഭിച്ച ബിസിനസ് തന്നെ നഷ്ടം കാരണം അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് താൻ എത്തിയത് ഈ തട്ടിപ്പ് കാരണമെന്ന് ദിയ തിരിച്ചറിഞ്ഞപ്പോൾ ഏറ്റവും വേദന ദിയയുടെ മാതാപിതാക്കൾക്ക് തന്നെയായിരുന്നു. മക്കൾക്ക് അവരുടെ ജീവിതത്തിന് അതിൻ്റേതായ സ്വാതന്ത്ര്യം കൊടുത്തും കൃഷ്ണകുമാറും സിന്ധുവും മക്കൾക്ക് പറ്റിയ പിഴവ് തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്കൊപ്പം നിൽക്കുകയായിരുന്നു. അതേസമയം മൂവർ സംഘം ഒളിവിലാണ് ഇപ്പോൾ. പോലീസിന്റെ അന്വേഷണം മൂവർ സംഘത്തിനെതിരെ തിരിയുകയാണെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് ഇവർ ഒളിവിൽ പോയത്. കള്ളപ്രചാരണം നടത്തി മൂവർ സംഘത്തിന്റെ ഓരോ വാദങ്ങളും അടപടലം പൊളിയുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ പോലീസുകാർ ആദ്യം പാഞ്ഞെത്തിയത് വലിയ തുറയിലെ പെൺകുട്ടികളുടെ വീട്ടിലേക്കാണ്. എന്നാൽ വക്കീലിന്റെ നിർദ്ദേശമനുസരിച്ച് അപ്പോഴേക്ക് മൂവർ സംഘം വീടുകളിൽ നിന്നും മുങ്ങിയിരുന്നു. ഇപ്പോൾ ഇവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സത്യം ഓരോന്നായി പുറത്തു വരികയാണെന്ന് വ്യക്തമായതോടെ ഒളിവിൽ പോയെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറും മകൾ ദിയയും നടത്തിയ വെളിപ്പെടുത്തലിലാണ് മൂവർ സംഘം മുങ്ങിയെന്ന വിവരം കൃഷ്ണകുമാർ മാധ്യമങ്ങളെ അറിയിച്ചത്. കടയിലെ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം ജീവനക്കാർ കൈക്കലാക്കിയെന്ന കൃഷ്ണകുമാറിന്റെയും മകൾ ദിയ കൃഷ്ണയുടെയും പരാതി ശരിയെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. എങ്കിലും അറസ്റ്റ് പോലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മെയ് മാസം വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത്. ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ ജീവനക്കാർ ഒളിവിൽ പോയതായി പോലീസ് സംശയിക്കുന്നുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.